നമ്മളെല്ലാവരും എല്ലാ തരത്തിലുമുള്ള സിനിമകൾ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിരുന്നാലും ജനപ്രിയങ്ങളായി മാറുന്നത് നർമ്മത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമകളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നതും കോമഡി ചിത്രങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ വിജയിച്ച ഒരു കോമഡി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എത്തിയിരിക്കുന്നത്. 2013 ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച റോമൻസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മാസം മുങ്ങി നിൽക്കാൻ പറ്റിയ സ്ഥലം വേണം, കുറച്ച് കാശും. വൈവി രാജേഷിന്റെ തിരക്കഥയിൽ ബോബൻ സാമുവലാണ് റോമൻസ് എന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത്. അരുൺ ഘോഷ്, ബിജോയ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ്. ജനപ്രിയ കൂട്ടുകെട്ടായ ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചത് നിവേദ തോമസ് ആയിരുന്നു. 2013 ജനുവരി 17 റോമൻസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. പണിയെടുത്ത് കാശുണ്ടാക്കുന്ന മെനക്കെട്ട പണിയാ. ആകാശ്, ഷിബു എന്നിങ്ങനെ 2 ജയിൽ തടവുകാർ പോലീസിൽ നിന്നും കൺവെട്ടിച്ച് തമിഴ്നാട് കേരള ബോർഡറിലുള്ള പൂമാല എന്ന ഗ്രാമത്തിലെത്തുന്നു. അവിടെ എത്തി സാഹചര്യങ്ങൾ നിമിത്തം പൂട്ടിക്കിടന്ന പള്ളിയിലെ വികാരിമാരായി ഇരുവർക്കും വേഷമിടേണ്ടി വരുന്നു. അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളും വർഷങ്ങളായി പൂട്ടിക്കിടന്ന പള്ളിയുടെ പിന്നിലുള്ള ഒരു നിഗൂഢത പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഹാസ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള രീതിയിലാണ് റോമൻസ് എന്ന ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. സംവിധായകൻ ബോബൻ സാമുവലിന്റെ രണ്ടാമത്തെ ചിത്രമാണ് റോമൻസ്. 2011 ജയസൂര്യയെ നായകനാക്കി പുറത്തിറക്കിയ ജനപ്രിയനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. ഒരു വിജയ ചിത്രമായി മാറിയ തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ കോമഡി രംഗങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ബോബൻ സാമുവൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിത്രമായ റോമൻസ് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഞങ്ങളല്ല ആ നിങ്ങൾ, ഐ മീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ തണുത്തിട്ടാ. റോമൻസ് എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വൈവി രാജേഷ് ആണ്. 10ലധികം മലയാള ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളും ഹിറ്റ് സിനിമകൾ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 5ാമത്തെ ചിത്രമാണ് റോമൻസ്. എന്നിരുന്നാലും റോമൻസിന് മുന്നോ ശേഷമോ അത്രയും വലിയ വിജയമുള്ളൊരു ചിത്രം വൈവി രാജേഷിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്. എന്റെ കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ ഈ ജാതി മൂരികളെ കണ്ട അപ്പ പിടയ്ക്കും. ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് ജനപ്രീതി വർദ്ധിച്ചു വരുന്ന സമയത്തായിരുന്നു റോമൻസ് എന്ന സിനിമയുടെ റിലീസ്. ഈ ജനപ്രിയ കൂട്ടുകെട്ടിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു റോമൻസ്. കുഞ്ചാക്കോ ബോബൻ ആയാലും ബിജു മേനോൻ ആയാലും ചിത്രത്തിലുടനീളം മത്സരിച്ച് അഭിനയിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇരുവരുടെയും കൂട്ടുകെട്ടിന്റെ വാണിജ്യ വിജയം ഊട്ടിയുറപ്പിക്കുന്ന സിനിമ കൂടിയായിരുന്നു റോമൻസ്. നിനക്ക് സുഖം തന്നെയല്ലേ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കയറി മോനെ കുഞ്ഞെ കൊച്ചെന്നൊന്നും വിളിക്കരുതെന്ന്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ തന്നെ എടുത്തു പറയാവുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് റോമൻസിലേത്. മലയാളികളുടെ മനസ്സിൽ ചോക്ലേറ്റ് ബോയ് എന്ന ഇമേജിൽ നിന്നിരുന്ന ചാക്കോച്ചന്റെ ഒരു പൊളിച്ചെഴുത്തു കൂടിയാണ് ഈ ചിത്രം. അടിമുടി തരികിടയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു മുഴുനീള കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ചതും കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ ഒരു പുതുമയായി മാറി. എനിക്കൊരു ലൈറ്റ് ചായ. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച ചിത്രം കൂടിയായിരുന്നു റോമൻസ്. ജനപ്രീതിക്കൊപ്പം തന്നെ വിവാദവും ഈ സിനിമയെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇവിടുത്തെ സിസ്റ്റം ഇതാണെന്ന് തോന്നുന്നു. എന്ത്? ആദ്യം നാട്ടുകാർ കൈവയ്ക്കും, എന്നിട്ട് പോലീസിന് കൈമാറും. ഈശ്വര, ജയിലായിരുന്നു സേഫ്. കേരളത്തിൽ തികച്ചും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് റോമൻസിൻ്റെത്. എന്നാൽ പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തത് കേരളത്തിലല്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത. ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് വേണ്ടി ലൊക്കേഷനായത് കൊടൈക്കനാലായിരുന്നു. കൊടൈക്കനാൽ ടൗണിലുള്ള ഒരു പള്ളിയും മറ്റു പരിസര പ്രദേശങ്ങളുമാണ് റോമൻസ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനുകൾ. പതുങ്ങാൻ പറ്റിയ സ്ഥലം,
പറ്റിയ വേഷം. അച്ഛൻ വേഷമോ? ഞാനൊരു ക്രിസ്ത്യാനി പോലും അല്ലേ. അത് കുഴപ്പമില്ല, തുടങ്ങാം. ഒരു മുഴുനീള കോമഡി ചിത്രമായിരുന്നു റോമൻസ് എങ്കിലും ചിത്രത്തിൽ ചില ഫാന്റസി എലമെന്റുകൾ പ്രേക്ഷകർക്കായി ഒരുക്കിയിരുന്നു. ആദ്യ അവസാനം വരെ പ്രേക്ഷകനെ നിർത്താതെ ചിരിപ്പിക്കുന്ന ഈ ചിത്രം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നിഗൂഢതയും സസ്പെൻസും ട്വിസ്റ്റും ഒക്കെയായി ഒരു ത്രില്ലർ ജോണറിലേക്ക് മാറുന്ന കാഴ്ച മലയാള സിനിമാ ലോകത്തിന് തന്നെ ഒരു പുതുമയുള്ളതായി. ഈ പുതുമ ഈ ചിത്രത്തിന്റെ വിജയത്തിന് വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. വേണോ? മൊത്തം സ്റ്റാർട്ടിങ് മുതൽ. വൺസ് മോർ. നിരവധി വിദേശ ഭാഷാ ചിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ധാരാളം മലയാള സിനിമകൾ നമുക്കുണ്ട്. ആ ഗണത്തിൽ തന്നെയാണ് റോമൻസിന്റെയും സ്ഥാനം. 1989 പുറത്തിറങ്ങിയ അമേരിക്കൻ കോമഡി ചിത്രമായ വി ആർ നോ ഏഞ്ചൽസ് എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് റോമൻസ് എന്ന ചിത്രം പുറത്തിറക്കിയിട്ടുള്ളത്. എന്നാൽ ആ അമേരിക്കൻ സിനിമയാകട്ടെ 1955 അതേ പേരിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നുവെന്നത് അതിലേറെ കൗതുകകരമായ കാര്യമാണ്. എന്താ വേർത്ത് കുളിച്ച്? അത് വളരെ ചൂടുള്ളൊരു കുമ്പസാരായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. ഈ പള്ളിയോടൊന്നും തന്നെ AC ആക്കേണ്ടി വരും. ഇച്ചിരി പണിയുണ്ട്. വലിയ വിജയം കൊയ്ത കോമഡി ചിത്രമായിരുന്നു റോമൻസ് എങ്കിലും നിരവധി വിവാദങ്ങളും ഈ ചിത്രത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ചിത്രത്തിലെ പ്രധാന നായകന്മാരായ ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും വരെ കോടതി കയറേണ്ട സാഹചര്യവും ഉണ്ടായി. കത്തോലിക്ക സമുദായത്തെയും പൗരോഹിത്യത്തെയും അവഹേളിക്കുന്നുവെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് ബോബൻ തെക്കൻ എന്ന വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് സിനിമയുടെ നിർമ്മാതാവ്, ഡയറക്ടർ, തിരക്കഥാകൃത്ത്, പ്രധാന നടന്മാർ എന്നിവർക്കെതിരെ കേസെടുക്കുവാൻ ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ദൈവമേ, പിടികൊടുത്താലോ? നിനക്കെന്താ തിരക്ക്? റോമൻസ് എന്ന ചിത്രത്തിൽ നായക നടന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം കയ്യടി വാരിക്കൂട്ടിയ കഥാപാത്രമായിരുന്നു ലാലു വലക്സിന്റേത്. ഒരിടവേളയ്ക്ക് ശേഷം ലാലു വലക്സിന് ലഭിച്ച അതിഗംഭീരമായ ഒരു കഥാപാത്രമായിരുന്നു റോമൻസിലേത്. ഒപ്പം തന്നെ സിനിമയിൽ അഭിനയിച്ച കൊച്ചുപ്രേമന്റെയും നെൽസന്റെയും സാന്നിധ്യവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അല്ലാച്ചന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. നിങ്ങള് റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങള് പോവും പുറത്തിറങ്ങും. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. നീ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ അല്ലേ? പുറത്തിറങ്ങൂ? ഐ മീൻ ഈ നാട്ടില് വരുമല്ലോ. ചാന്ദ്വി ക്രിയേഷൻസ് ആയിരുന്നു റോമൻസ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണം. ആ നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നുമായിരുന്നു റോമൻസ്. ഇതുപോലെ പ്രേക്ഷകരായി നിങ്ങൾ വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന നിരവധി സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.